ഹലോ ഡിയർ ഡാർലിംഗ് മുത്തേ. ഹലോ ഹലോ ചേട്ടാ, വേദാന്ത് ഇപ്പോഴും ബാൽക്കണിയിലുണ്ടോ? ഇല്ല, അകത്ത് പോയിരിക്കുക. പ്ലാൻ മാർക്ക് ആയിട്ടുണ്ടാവും. ഈ നേരത്തെ ആരായിരിക്കും ബലൂൺ കൊണ്ടുവന്നതെന്ന് ആലോചിച്ച് എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. ശരി ശരി, ഇനി അവിടെ നിൽക്കണ്ട, വേഗം ഇറങ്ങിക്കോ. അല്ല മോളെ, ഈ ബലൂൺ കൊണ്ടുവിടാനായിട്ട് ഈ സാരിയുടെ ആവശ്യമുണ്ടായിരുന്നു. അയ്യോ ചേട്ടാ, അവൻ ഭയങ്കര ബ്രില്യന്റാ. വന്നിട്ടുള്ളതേ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് അറിയാൻ വേണ്ടി ചിലപ്പോ ഇറങ്ങി വരും. അതുകൊണ്ട് വേഗം പോയിക്കോ. ഇനി സാരി കൊടുത്ത് വെയിറ്റ് ചെയ്യണ്ട. ശരി, എന്നാ ഞാൻ ഇറങ്ങുക. ജോലി കഴിഞ്ഞല്ലോ. ഹലോ ഹലോ ചേട്ടാ ചേട്ടാ ചേട്ടാ. ജൂനിയർ ബോസ്, എനിക്ക് നിങ്ങളോട് ആദ്യം തൊട്ടേ റെസ്പെക്ട് ഉണ്ടായിരുന്നു. അത് വന്നിപ്പോ അങ്ങ് ടോപ്പ് ലെവലില്ല. അല്ല സുമേഷ്, നീ എന്തിനെ കുറിച്ചാ പറയുന്നേ? പിന്നെന്താ, പിള്ളേര് കളിയാണോ ബോസേ? സിനിമയ്ക്കും വിളിച്ചുകൊണ്ട് പോയി, ഇന്റർവെല്ലിന് പോപ്കോണും കൂൾ ഡ്രിങ്ക്സും എല്ലാം വാങ്ങി തന്ന് സ്വന്തം ഗേൾഫ്രണ്ടിനെ പോലെ അല്ലേ എന്നെ നോക്കിയേ? പതുക്കെ പറഞ്ഞൂടെ? നമ്മൾ പബ്ലിക്കിലുള്ള അല്ലേ തന്നെ സൊസൈറ്റിക്ക് നമ്മളെ കണ്ണെടുത്താ കണ്ടോ? അതിനിടയിൽ കൂടെ ഓരോന്നിങ്ങനെ വിളിച്ച് പറയല്ലേ? പബ്ലിക്കാ? ചുറ്റിലും തിരിഞ്ഞു നോക്കിയ ഒരു പട്ടിയെ പോലും കാണാനില്ല ജൂനിയർ ബോസ്. എന്താണെന്ന് വെച്ചാ, ഞാൻ നിങ്ങളുടെ ചേട്ടനെ കുറിച്ച് പറയാൻ തുടങ്ങുകയായിരുന്നു. നിങ്ങളുടെ ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും ഒരു തോട്ട് എനിക്ക് വന്നു പോയാ എങ്ങനെയൊക്കെയോ എന്റെ നാക്ക് കുഴഞ്ഞു മറിഞ്ഞു പോകും. ചേട്ടന്റെ കാര്യം എന്താ പറയാനുള്ളേ? അല്ല ജൂനിയർ ബോസ്, ഇത്രയും വർഷമായിട്ട് ഞാൻ സീനിയർ ബോസിന്റെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം പോലും എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ചേട്ടൻ അങ്ങനെയാണ്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് അങ്ങനെ ആരെയും ശ്രദ്ധിക്കാൻ നിൽക്കില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവന് അവന്റെ പ്രിൻസിപ്പിൾസ് ആണ് വലുത്. ജൂനിയർ ബോസ്, ഈ പ്രിൻസിപ്പൽസ് സ്ട്രിക്റ്റ് ഇതെല്ലാം ഉണ്ടല്ലോ, അത് വലിയ ഡേഞ്ചറാ. ആരോഗ്യത്തിന് നല്ലതല്ല. ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണം. ചിരിച്ചാ ആയുസ് കൂടും, അറിയോ? പക്ഷെ നിങ്ങളുടെ ചേട്ടൻ എപ്പോഴും മുഖം വീർപ്പിച്ചോണ്ടേയിരിക്കും. ഇങ്ങനെ പോയ അയാള് പെട്ടെന്ന് കാര്യാവുന്ന എനിക്ക് തോന്നുന്നു. അല്ല, ഇനി നീ പറഞ്ഞതുപോലെ അവന്റെ പ്രിൻസിപ്പിൾസ് തന്നെയായിരിക്കും അവന്റെ പ്രശ്നം. ഇല്ലായിരുന്നെങ്കിൽ അവനും പ്രണയം ഉണ്ടായനെ, കല്യാണം കഴിഞ്ഞാന് എന്റെ വഴിയും ക്ലിയർ ആയനെ. ജൂനിയർ ബോസ്, നിങ്ങളുടെ ചേട്ടനെ കല്യാണം കഴിപ്പിക്കാൻ എന്റെ അടുത്ത് കുറെ ഐഡിയാസ് ഉണ്ട്. എന്നാ പറ, അതായിട്ട് ഇനി കുറയ്ക്കണ്ട. നിങ്ങളുടെ ചേട്ടനെ ഒരു പെൺകുട്ടിയെ ഒരു റൂമിൽ പൂട്ടിയിടണം. എന്നിട്ട് പുറത്തേക്കുള്ള വഴി എല്ലാം ക്ലോസ് ചെയ്യണം. അപ്പോ ബോസിന് വേണ്ടാന്ന് വെച്ചാലും ആ പെണ്ണിനെ കണ്ട് കണ്ട് ലവ് തോന്നും. അങ്ങനെ നമുക്ക് കല്യാണം നടത്താം. നിന്റെ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചാ, വേറൊരു ഭാഷയിൽ ഹിറ്റായ ഒരു സിനിമയെ മലയാളത്തിൽ റീമേക്ക് ചെയ്ത് അതേ സിനിമയിൽ തന്നെ വേറെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് അതുപോലെ അഭിനയിപ്പിച്ച് മലയാളത്തിൽ റിലീസ് ചെയ്ത പോലെ ഉണ്ട്. ഒന്ന് പോടും. അത്രയ്ക്ക് മോശം ഐഡിയ ആണോ ഇത്? എന്താ ജൂനിയർ ബോസ്? 2 ദിവസം മുമ്പ് നമ്മുടെ റൗഡി കൊച്ചും ഇതേ ഐഡിയ തന്നെ പറഞ്ഞ. ലവ് ആയോ? മിണ്ടായിരിക്കും. അതല്ല, ഇതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞേ. എന്നാലും എനിക്കെന്താ, അവരുടെ രണ്ടുപേരുടെയും നടുവിൽ എന്തൊക്കെയോ സംതിങ് സംഭവിക്കുന്നുണ്ടോന്നും അവര് തമ്മിൽ പ്രണയമാണോന്നും സംശയമുണ്ട്. അത് മാത്രമല്ല, ബോസിനിപ്പോ തിരിച്ച് അമൂല്യ മേഡത്തിനോട് ഒരിതുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് നടന്നിരുന്നെങ്കിൽ അടിപൊളിയാണല്ലോ സുമേഷേ. റൗഡി കൊച്ചും എന്റെ ചേട്ടനും നല്ല പേരാ. എന്റെ ചേട്ടന്റെ തലയില് ഏത് പെണ്ണായിരിക്കും ഇനി വരാൻ പോകുന്നത്? നിക്കാതെ പറഞ്ഞേ എടി. ചേട്ടാ. ഹലോ അമ്മോ. ചേട്ടാ, എനിക്ക് ചേട്ടൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. വെറും കാറ്റ് ശൂശൂന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇതെന്ത് ഓടുവാണോ? എന്ത് പറ്റി ചേട്ടാ? ഇനി എന്ത് പറ്റാനാ ബാക്കിയുള്ളത് മോളെ? നാളെ തന്നെ എന്റെ ജോലി പോവും, അതുപോലെ നിന്റെ ജോലിയും പോവും. ഈ വേദാന്ത് തന്നെ ഇപ്പൊ ഓടിച്ചിട്ട് പിടിക്കും. അവൻ എന്റെ പിന്നാലെ തന്നെ വന്നോണ്ടിരിക്കുക. ചേട്ടാ, അറിയാതെ പോലും തിരിഞ്ഞു നോക്കാതെ ഓടിക്കൊണ്ടേയിരിക്കണേ. പെണ്ണിന്റെ വേഷത്തിലുള്ളത് ചേട്ടനാണെന്നെങ്ങാനും അറിഞ്ഞ അയാളെ പറ്റിച്ചോണ്ടിരിക്കുന്നത് ഞാനാണെന്നുള്ള കാര്യത്തിൽ എന്തായാലും കൺഫേം ആവും.
ടോട്ടൽ പ്ലാനിങ് എല്ലാം അവൻ പിടിച്ച അതോടെ തീരും. ചേട്ടാ തിരിഞ്ഞു നോക്കാൻ പോവല്ലേ, ഓടിക്കൊണ്ടേയിരിക്ക്. അയ്യോ, എനിക്കിനി ഓടാതെ വേറെ വഴിയില്ലല്ലോ. പിടിച്ച എല്ലാം കഴിഞ്ഞില്ലേ? നിന്റെ വാക്ക് കേട്ടതിന്റെ എന്റെ ദൈവമേ ഒരു അവസ്ഥ. മര്യാദക്ക് നിക്കാനാ പറഞ്ഞേ. നീ എത്ര വരെ ഓടും നോക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കണേ. എനിക്ക് മെസ്സേജ് അയച്ച് കളിപ്പിച്ചിട്ട് ഇപ്പൊ ഹാരാസ് ചെയ്യാൻ നോക്കുന്നോ? നിന്നെ ഞാൻ കാണിച്ചു തരാം. പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കുന്നുണ്ടേ. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ചേട്ടനാണെങ്കിൽ വെറും സ്ലോയാ. എങ്ങാനും അവന്റെ കയ്യിൽ പെടുമെന്ന് എന്റെ പേടി. എന്തെങ്കിലും ചെയ്ത് ചേട്ടനെ ഒന്ന് രക്ഷിക്കണേ ദൈവമേ. വേണമെങ്കിൽ നീ കാണിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കാം. ഇനി വേദാന്തിനെ പോലെ ലൂസ് ആയാലും കുഴപ്പമില്ല. ഇനി അവനെ തന്നെ വേണമെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. ഞാൻ ചേച്ചിയെ പോലെ ലവനും ഗിവിനും ഒന്നും പോവില്ല. രക്ഷിക്കണേ ദൈവമേ. എനിക്ക് സംസാരിക്കാൻ മൂടില്ല. നിനക്ക് എന്ത് പറ്റി മോളെ? എന്താ ഇത്ര ദേഷ്യത്തില്? എന്താ ചെയ്യേണ്ട ഡാഡ്? വിക്കിയുടെ മാരുതിയുടെയും എൻഗേജ്മെന്റിന് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു. അതെങ്ങനെ സാധിക്കും മോളെ? വേദാന്ത് കല്യാണത്തിന് സമ്മതിക്കൂ? അവൻ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും അവൻ നന്നായിട്ട് സുഹാസിനെ എന്റെ കൺവിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോ അവനും കല്യാണത്തിന് സമ്മതിക്കുമെന്ന ഒരു ഡൗട്ട്. എന്നുവെച്ചാ ആ വായാടിയില്ലേ ഡാഡി, ആ അമൂല്യ, അവളെ തന്നെ അവനെ വീഴ്ത്തു എന്നുള്ള കാര്യത്തിലാ എന്റെ ഏറ്റവും വലിയ ഡൗട്ട്. ഇത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് മോളെ. എന്തൊക്കെയാണെങ്കിലും നിന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തത് നല്ലതാ. എന്നുവെച്ചാ നിശ്ചയം തീരുമാനിച്ചിട്ടും വേദാന്ത് കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുന്നത് എന്തോ കാരണമുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. വേദാന്തിനും അമൂല്യയ്ക്കും ഇടയ്ക്കുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. യു ആർ റൈറ്റ് ഡാഡ്. ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞാനിനി ഏത് പാതാളത്തിലൂടെ ഓടി രക്ഷപ്പെടാൻ നോക്കിയാലും ഈ വേദാന്ത് എന്നെ വിട്ടുപോകുന്ന ലക്ഷണവും ഇല്ലല്ലോ. ഇനി എന്നെ കൊണ്ട് ഈ സാരി എടുത്ത് ഓടാൻ പറ്റില്ല, ഒട്ടും പറ്റില്ല. അയ്യോ ചേട്ടാ, ഓടേണ്ടത് കാലുകൊണ്ടാ അല്ലാണ്ട് കൈ കൊണ്ടല്ല. വേണമെങ്കിൽ ചേട്ടന് ഓടാൻ സ്പീഡ് കിട്ടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാട്ടും കൂടെ കേട്ടോ, എന്നിട്ട് അതിന്റെ കൂടെ ഓട്. ഒരിക്കലും പിടി കൊടുക്കില്ല ചേട്ടാ. ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ ഫ്യൂച്ചർ ചേട്ടന്റെ കാലില, അത് മറക്കല്ലേ. പ്ലീസ് ഒന്ന് ഓട്. ഈ സമയത്ത് നിന്റെ ചളിയാണല്ലോ ദൈവമേ. അയ്യോ ചേട്ടാ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ച് വേഗത്തിലങ്ങ് ഓടിയാൽ മതി, അപ്പൊ ശക്തി കിട്ടും. പിന്നെ അവൻ ചേട്ടന് പിടിക്കില്ല. ഏത് നേരത്താണോ ഭഗവാനെ ഇവളുടെ വാക്ക് എനിക്ക് കേൾക്കാൻ തോന്നിയത്. ജീവനുള്ളിടത്തോളം ഓടാം. അവന്റെ കയ്യിലെങ്ങാനും കിട്ടിയാ ഇന്നത്തോടെ എല്ലാ കഥയും കഴിയും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മലയാളം ഭാഷ റേഡിയോയിൽ കേട്ട പോലെ ടെൻഷൻ ആവുന്നു. ഇനി എന്താ ചെയ്യാ? ഇത്രയും വർഷം ഞാൻ എന്തെങ്കിലും തെറ്ററിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ ദൈവമേ. ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ ദൈവമേ, പ്ലീസ്. നിന്നോട് നിക്കാനല്ലേ പറഞ്ഞേ? നിക്കടി അവിടെ. എന്താ സുമേഷേ? ജൂനിയർ ബോസ്, ഇപ്പൊ സീനിയർ ബോസ് പോയ പോലെ തോന്നിയോ? നിനക്ക് ബോസ് ഫോബിയാണ്, അതുകൊണ്ട് എപ്പോഴും അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. അല്ല ജൂനിയർ ബോസ്, ആ ഫിഗർ സീനിയർ ബോസ് തന്നെയാ. ഒന്ന് നിർത്ത്. ഈ സമയത്ത് എന്തിനാ ചേട്ടന്റെ കാര്യം പറയുന്നേ? ഒരു നിമിഷം ഇവിടെ നിക്ക്. വേഗമാ. എന്തോടോ സുമേഷേ? കണ്ണിന് മുൻപിൽ രാത്രി സമയത്ത് ബലാത്കാരം നടക്കുന്നു. ആ പെൺകുട്ടിയുടെ മാനം രക്ഷിച്ച് നേരം വിളിക്കുമ്പോ നമുക്കും ഫേമസ് ആകാം. വേഗം വന്നേ.
ചേട്ടാ അമ്മോ, ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ഓപ്പറേഷൻ സക്സസ് ആയി, പക്ഷേ പേഷ്യന്റിന്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാ. ദൈവമേ, നീ അവസാനം കണ്ണു തുറന്നല്ലോ. ചേട്ടാ, നീ ഇനി ഒന്നുകൂടെ ടെൻഷൻ അടിക്കണ്ട. അത് നല്ല ഉറപ്പുള്ള ജീവന് ഒന്നും പറ്റില്ല. ശരി, ഞാനെന്തായാലും രക്ഷപ്പെട്ടു. നീ ഇനി ഉറങ്ങിക്കോ. ശരി ചേട്ടാ. ഇങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. അടിക്ക് ജൂനിയർ ബോസ്. അയ്യോ, എന്നാലും ഞാൻ നേരത്തെ ബോസിനെ വാ നിറച്ചു വഴക്ക് പറഞ്ഞതുകൊണ്ടാണോ ഇപ്പോ ഇങ്ങനെ സംഭവിച്ചത്? അല്ലേ തന്നെ ബോസ് എന്നെ കുറെ നാളായിട്ട് പറഞ്ഞു വിടാൻ നോക്കിയിരിക്കുക. ഇതും കൂടി ആകുമ്പോ എന്റെ കാര്യം തീരുമാനമായി. ഇഡിയറ്റ്സ്. എന്നെ രക്ഷിക്കുന്നതിന് പകരം എന്നെ അടിക്കുകയാണ് ചെയ്തേ. ചേട്ടാ, ഇത് നിങ്ങളായിരുന്നെന്ന് ശരിക്കും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതെ ബോസ്, നിങ്ങൾ ഒരിക്കലും ബലാത്കാരമൊന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാ ഇതൊരു ഗുണ്ടയാണെന്ന് കരുതി ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്തത്. റിസ്ക് എടുത്ത ഏതായാലും നന്നായിട്ടുണ്ട്. ഇത്രയും വിവരമില്ലാത്ത രണ്ടെണ്ണം എന്റെ കൈ കൊണ്ട് രണ്ടേയും പൊട്ടിച്ചാണ്ടല്ലോ. ബോസ്, നിങ്ങൾ എന്തിനിങ്ങനെ ബലാത്കാരം ചെയ്യാനൊക്കെ പോകുന്നത് ബോസ്? നിങ്ങളതിന് കാണാറുള്ള കാര്യങ്ങളൊന്നും ശരിക്കും കാണാറില്ലല്ലോ. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഹോബി ആയിട്ടുണ്ട് ഇപ്പോ. നിങ്ങൾ കാരണം ആ പെണ്ണിപ്പോ ഓടി രക്ഷപ്പെട്ടില്ലേ? അപ്പോ നിങ്ങൾ ശരിക്കും ബലാത്കാരം ചെയ്യാൻ വേണ്ടി തന്നെ വന്നതാ അല്ലേ? അല്ല ചേട്ടാ, നിങ്ങൾക്ക് കല്യാണം വേണ്ട, പെണ്ണുങ്ങൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് നട്ടപ്പാതിരക്ക് പെണ്ണിന്റെ പുറകെ ഓടുന്നു. അതും ഈ നടു റോഡിൽ ഒരു പെണ്ണ്. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. പെണ്ണാണ് അത്ര പെണ്ണ്. അത് പെണ്ണാണെന്നാ ഇപ്പൊ എന്റെ സംശയം. അതിനിങ്ങനെ ഓടിച്ചിട്ട് സാരി വലിച്ചൊക്കെ ചെക്ക് ചെയ്യണോ ബോസ്? Shut up. Just shut up. അവരെന്റെ കൂടെ ഓടിയത് നിങ്ങൾ കണ്ടതല്ലേ? എന്നെക്കാൾ വേഗത്തിലാ ഓടിയത്. അതുകൊണ്ട് അത് അവനാ അവളാന്ന് സംശയം. എന്താ പറഞ്ഞത്? അത് ആരാ ചേട്ടാ? ആര് ചെയ്യാനാ? എനിക്ക് മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തു എന്നെ കളിപ്പിച്ചിട്ട് ഇപ്പൊ എന്റെ വീട് വരെ എത്തിയിരിക്കും അവള്. ഓഹോ, ഇത് നമ്മുടെ റൗഡി കൊച്ചിന്റെ ഓപ്പറേഷന്റെ എഫക്റ്റ് ആണ്. എടാ, നീ എന്തിനാ ചിരിക്കുന്നേ? ഇത് നിന്റെ വല്ല ഐഡിയ ആണോ? അയ്യോ, ഞാനൊന്നല്ല ഏട്ടാ, എനിക്കും ഇതിനും ഒരു ബന്ധുവില്ല. അല്ല, ഞാനല്ലാന്ന് പറഞ്ഞില്ലേ? എന്റെ മുന്നിലൂടെ അല്ലേ അവള് രക്ഷപ്പെട്ടു പോയത്. നീ കണ്ടതല്ലേ? പിന്നെ ആരായിരിക്കും? ബോസ്, ചില ആളുകൾക്ക് ശനിദശയാണെങ്കിൽ മറ്റു ചില ആളുകൾക്ക് മോഹിനി ദശയാണത്രേ. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ഏതായാലും ഒരു കല്യാണം കഴിച്ചൊക്കെ എല്ലാം ശരിയാകും. ഒന്ന് നിർത്തടാ, ഞാൻ ഒന്ന് തന്നോണ്ടല്ലോ. നിന്നെയൊക്കെ ഇഡിയറ്റ്. വിക്കി ബോസ്, നമ്മുടെ ബോസ് തന്നെ എല്ലാവർക്കും പണി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബോസിന് പണി കൊടുക്കുന്ന മഹത് വ്യക്തി ആരായിരിക്കും? ഇതൊക്കെ ആർക്കറിയാനാ? ഞാനിതൊക്കെ ആദ്യമായിട്ടാ കേൾക്കുന്ന തന്നെ. എന്തോ ഇതിപ്പോ വീഡിയോയും ഓഡിയോയും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവുന്നില്ലല്ലോ. എവിടെയോ മിസ് അടിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഒറ്റയ്ക്കാണ്. ഒന്നും മിണ്ടാതിരുന്ന്. ഇത് ഞാനാ. നീ ഇങ്ങനെയാണെന്ന് ഒച്ച വെച്ചാല് ആരെങ്കിലും ഓടി വന്നാലോ? എന്നെ കൊണ്ട് പറ്റുന്നേ. എന്താ നിങ്ങളുടെ ഈ അവസ്ഥ? ഇതെന്താ അവതാരോ? അല്ല, നിങ്ങൾക്കിത് എന്താ പറ്റിയേ? നിനക്കും എന്നെ പോലെ അനീതിമാരുണ്ടായിരുന്നെങ്കിലേ ഈ അവസ്ഥ ആയനെ. പോരാത്തതിന് ഇതിനും പ്രശ്നക്കാരായ അനീതിമാരുണ്ടായിരുന്നെങ്കിൽ തീർന്നു. എന്താ പറ്റിയേ പറയേ. ആരതി ഒരു പാവ, സൈലന്റാ. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ,
ഭയങ്കര ഡേഞ്ചറാ. ആകെയുള്ള ഒരു ചേട്ടനെ പെണ്ണിന്റെ വേഷം കെട്ടിക്ക് അവര് ചെയ്തത്. നിനക്കൊന്നും അത് പറഞ്ഞ മനസ്സിലാവില്ല. ഇപ്പൊ എന്ത് പറ്റിയെന്നാ പറയുന്നേ? പഴയ കഥകളൊക്കെ എന്തിനാ പറയുന്നേ? പഴയതുപോലെ തന്നെയാണല്ലോ ഇപ്പോഴും സംഭവിക്കുന്നത്. കർമ്മം കർമ്മം. നല്ല മൂഡിലായിരുന്നു ഉണ്ടായിരുന്നെ. നമ്മുടെ ലവ് ആനിവേഴ്സറി ആയിട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോ അവസ്ഥ നിങ്ങളിത് ഈ കോലവും കെട്ടി ലേറ്റ് ആയിട്ട് വന്നിരിക്കുന്നു. എന്നെ കല്യാണം കഴിച്ചത് നിന്റെ കർമ്മയാ മോളെ. നമുക്കിനി സമയമുണ്ട്, ലേറ്റ് ആയിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ പുറത്ത് കിടക്കും, സുഖമായിട്ട് ഉറങ്ങും. ഇപ്പൊ തൽക്കാലം പുറത്തു പോകും. ആദ്യ ഞാൻ 10 മിനിറ്റ് കൊണ്ട് വന്നില്ലേ. പോയി കിടന്ന് ഒരു chance ഉറങ്ങാൻ. കൂടെ. ആദ്യ ഇതൊന്നും ശരിയല്ല കേട്ടോ. ആദ്യ വാതിലും തുറക്ക്. ഹേ പ്രഭോ, എന്തൊരവസ്ഥ എന്റെ. ആരോട് പറയാനാ? അനുഭവിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ ആര് ചെയ്ത പാപമാണാവോ? ഭാഗ്യം വേദാന്ത എന്തായാലും കണ്ടില്ലല്ലോ. കണ്ടിരുന്നെങ്കിൽ എല്ലാം ഇന്നത്തോടെ തീർന്നേനെ. ചേച്ചി, നമ്മുടെ ഈ മുതുകിക്ക് പണ്ടേ ഭ്രാന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇത്രയും കൂടിയ അവസ്ഥയിലാണെന്ന് അറിയില്ലായിരുന്നു. എന്താടി പറഞ്ഞേ? ഒന്ന് മാറി ചേച്ചി. എന്റെ റൗഡി ചേച്ചി എന്ന് പറഞ്ഞാൽ എന്താ തമാശയാണോ? ചുമ്മാ എന്റെ ചേച്ചിയെ കുറിച്ച് ഓരോന്ന് പറയരുത്. ഇത് തന്നെയാ കണ്ടുപിടിക്കണ്ടേ? നീ കുറച്ചു മുമ്പല്ലേ ആരതി ചേച്ചി അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞേ. എന്നിട്ട് ഇപ്പൊ മാറ്റി പറയുന്നോ? ഈ വയസ്സായ കിളവി നിന്റേതാണെങ്കിലേ ഈ ചേച്ചി എന്നെയാ. അല്ല, ഈ ചേച്ചി എന്റെ തന്നെയാ. നിങ്ങളുടെ രണ്ടുപേരുടെ അല്ല, ഇത് എന്റെ. ആഹാ, ഞാൻ എന്റെ ചേച്ചി ആർക്കും വിട്ടുതരില്ല. ഞാനും വിട്ടുതരില്ല. അല്ല മിണ്ടാതിരുന്നേ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ചേച്ചിയാ. അതൊക്കെ വിട്ടെ. എടി അമ്മു, നീ എന്തിനാ വേദാന്തൻ ഇങ്ങനെ കളിപ്പിക്കുന്നേ? റൗഡിസത്തിന് ഒരു എത്തിക്സ് ഉണ്ട് ചേച്ചി. ഈ റൗഡി ബേബി കാരണമില്ലാതെ ഒരു കാര്യവും ചെയ്യില്ല. ഞാൻ എന്ത് കാര്യം ചെയ്താലും അത് നിന്റെ നല്ലതിന് വേണ്ടിയായിരിക്കും. ഡോണ്ട് വറി. നീയും നിന്റെ തമാശ റൗഡിസോ ആ ദൈവത്തിന് തന്നെ മനസ്സിലാവുള്ളൂ ഇതെല്ലാം. ഞാൻ വിചാരിച്ച ട്രാക്കിൽ തന്നെ ആ അഹങ്കാരി എന്തായാലും പോകുന്നുണ്ട്. അവൻ എന്തായാലും ഈ ലവില് വീണ് പുഴ പോലെ ഇങ്ങനെ ഒഴുകും. ആഹാ, നിന്റെ കൂടെയാണോ? എടി, എന്താ നീ പറഞ്ഞേ? എടി, നിന്നോട് ആവശ്യമില്ലാത്ത പറയില്ലേ? അയ്യോ എടുത്തോളെ ബോസ്. പാവം ബോസ് രാത്രി ഉറങ്ങിയില്ലെന്നാ തോന്നുന്നത് അല്ലേ? അതല്ല ബോസ്, ഞങ്ങള് അറിയാതെ റേപ്പിസ്റ്റ് ആണെന്ന് വിചാരിച്ച കുറച്ച് കൂടുതൽ അടിച്ചുപോയി. കൈക്കും കാലിനും വേദന കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ലേന്നാ ചോദിച്ചേ. ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറഞ്ഞാ തനിക്കിത് സ്ഥിരം പരിപാടിയാണല്ലോ. തന്നെയൊക്കെ ഞാൻ ജോലിക്ക് എടുത്തത് ഇവിടെ ടൈം പാസിന് വേണ്ടിയിട്ടല്ല. അതെല്ലാരും ആദ്യം മനസ്സിലാക്ക്. എന്ത് ജോലിയോ ചെയ്തോണ്ടിരുന്നോന്ന് ഞാൻ കണ്ടല്ലോ ബോസേ. മര്യാദയ്ക്ക് ജോലി ചെയ്തിലേക്ക് തന്റെ 1 വർഷത്തെ ശമ്പളം ഞാൻ കട്ട് ചെയ്ത് കളയും. അയ്യോ ബോസേ, എവിടെയെങ്കിലും ഉണ്ടോ ബോസേ? നിങ്ങൾക്ക് വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, എനിക്ക് വഴക്ക് കേട്ടോണ്ടേ ഇരിക്കണം. അതാ രസം. ഞാനും ചിലപ്പോഴൊക്കെ സ്ട്രെസ് ബസ്റ്റ് ചെയ്യാൻ വേണ്ടി ജോലിക്ക് വരാറുണ്ട്. ഞാൻ സ്ട്രെസ് ബൂസ്റ്റർ ആണ്, ബെസ്റ്റർ അല്ല. വിഷമിക്കണ്ട ബോസേ, നിങ്ങൾക്ക് നല്ല ഡിസ്റ്റർബ് ആയെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്റെ ഈ ഉയിര് നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നതാ. നിങ്ങൾ രാമനും ഞാൻ ആഞ്ജനേയന്റെ ലേറ്റസ്റ്റ് വേർഷനുമാണ് ബോസേ. എന്ത് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയൂ ബോസ്. ആ പെണ്ണെനിക്ക് മെസ്സേജ് അയക്കുന്നതും ഫോൺ ചെയ്യുന്നതും നിർത്തണം. ആ ടോർച്ചർ എനിക്ക് സഹിക്കാൻ വയ്യ. തന്റെ അഭിപ്രായം എന്താ? പോലീസ് കംപ്ലൈന്റ് കൊടുത്താലോ? കൊടുക്കാം, പക്ഷെ നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രോബ്ലം. അതെന്തോന്ന് പ്രോബ്ലം? ബോസ്, നിങ്ങളെ പോലത്തെ ഒരാൾ പോയി ഒരു പെൺകുട്ടി ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലീസുകാര് എന്ന് പറഞ്ഞ് ചിരിക്കും ബോസേ. അറിയോ, നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുമ്പോഴേക്കും നിങ്ങളുടെ സ്റ്റോറി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ ഒരു കോമാളിയാകും. അങ്ങനെയൊക്കെ എന്തിനാ ചിന്തിക്കുന്നേ?
ശരിക്കുള്ള പ്രോബ്ലം എന്താന്ന് അവരോട് കറക്റ്റ് പറഞ്ഞാ പോരെ? അയ്യോ ബോസേ, ഒരു പയ്യനാണ് ശല്യപ്പെടുത്തുന്നതെന്ന് അറിഞ്ഞാ പോലീസുകാർ പറന്നിങ്ങെത്തും. എന്നാൽ ഒരു പെണ്ണാണ് ശല്യപ്പെടുത്തുന്നതെന്ന് അറിഞ്ഞാ ആ നിൽക്കുന്ന നിൽപ്പിന്ന് ഒരു ഇഞ്ച് അവർ അനങ്ങത്തില്ല. അതെന്താടോ അങ്ങനെ? അത് മാത്രമല്ല ബോസേ, ഇങ്ങനത്തെ കംപ്ലൈന്റ് ഒന്നും ആരും എടുക്കത്തില്ലാന്നേ. നിങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാൻ പറയും. അത് മാത്രമല്ല, നിങ്ങളെങ്ങാനും പോലീസ് സ്റ്റേഷന്റെ പടി ചവിട്ടിയാലേ അത് എത്ര വലിയ ന്യൂസ് ആകുമെന്ന് ബോസ് ആദ്യം ഒന്ന് ഇമാജിൻ ചെയ്തു നോക്ക്. യെസ്, യു ആർ റൈറ്റ്. പക്ഷെ പ്രോബ്ലം സോൾവ് ചെയ്തേ പറ്റൂടോ. എനിക്ക് വർക്കിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഈ കോൺസെൻട്രേഷനും ലേഡീസും എന്നൊക്കെ പറയുന്നത് പക്ക ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ബോസേ. രണ്ടും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഇരിക്കത്തില്ല. എന്തെങ്കിലും ഐഡിയ പറയാൻ പറഞ്ഞപ്പോ താൻ ഈ പ്രോബ്ലം വലുതാക്കുകയാണല്ലോടോ.